പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മീൻകറിയാണ്. നല്ല കിടില ഒരു മീൻകറിയാണ്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ആയിരിക്കും ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീഡിയോയിലേക്ക് പോയാൽ കിടുക്കാച്ചി മീൻകറിയിലേക്ക് നമുക്ക് പോകാം. മീനിറക്കുകയാണ്. ചൂര മീനാണ്, അത് അറുത്തെടുക്കണം. മീനൊക്കെ കഴുകി തീർന്ന് നല്ല വൃത്തിയായി 5-6 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മീൻകറി വെക്കണം. നമ്മളെ മീൻകറിക്ക് മുളകും മല്ലിയൊക്കെ ഒന്ന് മറക്കാനുള്ള പരിപാടിയാണ്. അതിന് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ശകലം മഞ്ഞപ്പൊടി അങ്ങ് തള്ളി വെച്ച് കൊടുത്തേണ്ട. അടുത്ത് മല്ലിപ്പൊടി ശകല അങ്ങ് ഇട്ട് കൊടുത്തു. അടുത്ത് മുളക് പൊടി അങ്ങ് നീട്ടി തള്ളിക്കൊടുത്തേണ്ട. ഇനി ഇതിനെ ഒന്ന് വറുത്തെടുക്കണം നല്ല രീതിയിൽ. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ശകലം ഒന്ന് മൂത്ത് വന്നാൽ മതി. ശകലം വെളിച്ചെണ്ണയും കൂടി അങ്ങ് തള്ളി കൊടുക്കുകയാണ്. ഇത്രയൊക്കെ മതിയാവും. ഇനി കുറച്ച് തേങ്ങയും കൂടി അങ്ങിട്ട് കൊടുത്തു. കണ്ടില്ലേ? ഇനി ഇതൊന്ന് കിണ്ടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നെടുക്കണം. ശകലം പുളിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ അരച്ച് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കണം. ഇനി ഇതങ്ങ് മിക്സിയിൽ തള്ളി വെച്ച് കൊടുക്കണം അരയ്ക്കാൻ വേണ്ടി. എല്ലാം കൂടി കിടക്കൂ. എല്ലാം കൂടി കിടക്കും. കൂടി അങ്ങ് ഒഴിച്ച് അരയ്ക്കണം. അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മളെ മീനിലേക്ക് അരപ്പങ്ങ് തട്ടിക്കൊടുക്കുകയാണ്. എല്ലാ അരപ്പും തട്ടിക്കൊടുക്കണം. ശകലം വെള്ളവും കൂടി എടുത്ത് അങ്ങനെ ഒന്ന് ലാമ്പി അതിലങ്ങ് ഒഴിച്ചു കൊടുക്കണം. കുറച്ചുകൂടി നല്ല ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒഴിച്ച് ഇതിനെ ഒന്ന് കലക്കി നല്ല ഭംഗിയായിട്ട് അരപ്പും പുളിയൊക്കെ അതിൽ പിടിക്കണം. കണക്കാക്കി അങ്ങ് വെച്ച് കൊടുക്കണം. ശകലം പച്ചമുളക് അരിഞ്ഞങ്ങോട്ട് തള്ളി കൊടുക്കണം. 1 എണ്ണം മതി. ഇനി ഒരു തക്കാളിയും കൂടി അരിഞ്ഞ് അതിലങ്ങോട്ട് ഇട്ടണം. എങ്കിലും മീൻകറിക്ക് അങ്ങോട്ട് നല്ലൊരു ടേസ്റ്റൊക്കെ അങ്ങ് ഉണ്ടാവും. 2 മിരിങ്ങയൊക്കെയും കൂടി അങ്ങോട്ട് അരിഞ്ഞിടണം. എങ്കിലേ അതിനൊരു ഭംഗി വരും ഒരു മീൻകറിക്ക്. അത് കളർ തന്നെ മാറിയത് കൊണ്ട് അതിന് ശകലം ഉപ്പ് ആവശ്യത്തിന് അങ്ങ് തള്ളി വെച്ചു കൊടുത്ത്. കണ്ടില്ലേ? ഇനി ശകലം ഉലുവപ്പൊടിയും കൂടി അങ്ങ് തട്ടി വെച്ചു കൊടുത്ത്. എന്നിട്ട് ഇതിനെ ഒരു ലാമ്പി അങ്ങോട്ട് എടുക്കണം. ഇനി മീൻകറി വെക്കാൻ വേണ്ടി അടുപ്പങ്ങ് കൊളുത്തിയിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടി തട്ടി വെച്ച് കൊടുക്കണമെന്നാണ് പറയണത്. അതാണ് അതിൻ്റെ ഒരു ശരി. നല്ല മീൻകറി ആയിരിക്കും ഇതിൽ വരുന്നത്.
ഒരു സൂപ്പർ മീൻകറിക്ക് നമുക്ക് കാത്തിരിക്കാം. അതിൽ ശകലം കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് കണ്ടില്ലേ, കുറച്ച് കരിവേപ്പിലയും കൂടി തള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് തിളച്ച് വരണം, അതുവരെ വെയിറ്റിംഗ് ആണ്. ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇത് തിരുവനന്തപുരം സ്റ്റൈലിലാണ് മീൻകറി. ഇനി മീൻകറി സ്റ്റൈൽ ഏതാണെന്ന് പിന്നീട് പറയാം. അതുവരെയും നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടിച്ചോളൂ. മീൻ നമുക്കൊന്ന് എടുത്തു നോക്കാം. ചെറിയ തിളയൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഉണ്ടാക്കേണ്ട തിള, നല്ല ചെറിയ മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നല്ല തിളച്ചിട്ട് നമുക്ക് കാണാം. ഇതിനൊന്ന് ലാമ്പി അങ്ങ് വെക്കണം, ഇളക്കണ്ട. ഇളക്കിയാൽ ചിലപ്പോൾ മീനൊക്കെ പൊടിഞ്ഞു പോകും. ഒരു ചെറിയ ലാമ്പി കഴിഞ്ഞാൽ അത് നല്ല അടിപൊളി മീൻകറി ആയിരിക്കും. സൂപ്പർ മീൻകറിക്ക് നമ്മൾ കാത്തിരിക്കാം. കണ്ടില്ലേ, നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മീൻകറിക്ക്. നല്ല ആവിയൊക്കെ പറക്കണണ്ട, നല്ല തിള, കുണാന്ന് തിള വരണണ്ട. അതാണ്. അപ്പോൾ ഇനി നമ്മൾ ഊണ് കഴിക്കുന്ന ഒരു ഇതും കൂടി, ഇത് ടേസ്റ്റ് ഒന്ന് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് നോക്കാം. ഇന്നതാ ചൂരക്കറിയും കപ്പയാണ്. നമ്മുടെ നാട്ടിൽ മരിച്ചിനി എന്ന് പറയും. ഇതിന് ഗ്രേവി ശകല ഇതിലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിക്കാണ് വച്ചിരിക്കണേ, കണ്ടില്ലേ. എന്നിട്ട് ഇതിനെ ഒന്ന് ഇളക്കി ഒരു മറിപ്പങ്ങോട്ട് മറിച്ചിട്ട് ഒന്നിങ്ങനെ എടുത്തിട്ട് കിടക്കാച്ചി മീൻകറി ചേട്ടാ, കിടക്കാച്ചി. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു കഷ്ണം പൊട്ടിച്ച്, ചൂരയിലൊരു കഷ്ണം പൊട്ടിച്ച് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് വച്ച് ഒന്ന് ഭയങ്കര ചൂട്. ഇപ്പൊ ഇറക്കിയതേ ഉള്ളൂ. എന്നിട്ട് ഇതിനങ്ങോട്ട് നല്ല പുളിയും മുളകും ഒക്കെ അതിലങ്ങ് പിടിച്ച് നല്ല ടേസ്റ്റ്. നല്ല ചൂര കഷ്ണം, സൂപ്പർ. കൊള്ളാം, നല്ല അടിപൊളി. അപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഇതൊന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബായ്. കണ്ടില്ലേ?